നന്നായിട്ട് പഴുത്ത പഴവും സേമിയയും ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കായ്പോള ഒന്ന് ഉണ്ടാക്കി നോക്കൂ ട്ടോ. ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം. ദാ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് നെയ്യിൽ ഒന്നിങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ടേ. പഴത്തിന്റെ ആ ഒരു പച്ചച്ചുവ ഒന്നിങ്ങട് മാറി വന്നാൽ മാത്രം മതി. ദാ ഇതുപോലെ. ഇനി ഒരു 1/2 കപ്പ് സേമിയ പതുക്കെ ഒന്നിങ്ങ് ചൂടാക്കി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സേമിയ ഒരുപാട് അങ്ങട്ട് വെന്ത് ശരിക്കും കുഴഞ്ഞൊന്നും പോകണ്ട. നന്നായിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ദാ ഇതുപോലെ. ഗ്യാസ് അങ്ങ് ഓഫാക്കി വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കപ്പൊടി, ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ദാ ഇതുപോലെ എല്ലാം ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. കുറച്ച് കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ട്ടോ. ഇനി നെയ്യ് പറ്റിയ ദാ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് അങ്ങ് മാറ്റി നല്ലോണം തന്നെ ഒന്നിങ്ങ് റെഡിയാക്കി എടുക്കലാണ് ചെയ്യുന്നത്. ദാ ഒരു അപ്പച്ചട്ടി വെച്ച് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഒരു 15, 20 മിനിറ്റ് അതിന്റെ ഉള്ളിൽ റെഡിയായി വന്നോളും. വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.